Hello, good morning. Today we are going to discuss another topic, location decision. That means the decision relating to the selection of the location of a project. ഒരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷനാണ് ലൊക്കേഷൻ ഡിസിഷൻ. നോക്കാം. ലൊക്കേഷൻ റെഫേഴ്സ് ടു എ ഫെയർലി ബ്രോഡ് ഏരിയ വേർ ദ എൻ്റർപ്രൈസ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ഒരു ബിസിനസ് സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഫെയർലി ബ്രോഡ് ഏരിയയാണ് ലൊക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഫെയർലി ബ്രോഡ് ഏരിയ വേർ ദ എൻ്റർപ്രൈസ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ സിറ്റി, ഇൻഡസ്ട്രിയൽ സോൺ ഓർ എ കോസ്റ്റൽ ഏരിയ. ഇതൊരു സിറ്റി ആവാം, ഇൻഡസ്ട്രിയൽ സോൺ ആവാം, അതല്ലെങ്കിൽ ഒരു കോസ്റ്റൽ ഏരിയ ആവാം. കോസ്റ്റൽ ഏരിയ മീൻസ് തീരപ്രദേശമാവാം. ഇങ്ങനെ ഒരു വിശാലമായ അർത്ഥത്തിലാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലൊക്കേഷനെ നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫെയർലി ബ്രോഡ് ഏരിയ വേർ ദ എൻ്റർപ്രൈസ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ലൈക്ക് എ സിറ്റി, ഇൻഡസ്ട്രിയൽ സോൺ ഓർ എ കോസ്റ്റൽ ഏരിയ. The location of the project has to be decided judicially and objectively. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് വളരെ ജുഡീഷ്യലി ആയിരിക്കണം, ഒബ്ജക്റ്റീവ്ലി ആയിരിക്കണം. സോ ദ ലൊക്കേഷൻ ഓഫ് എ പ്രോജക്റ്റ് ഹാസ് ടു ബി ഡിസൈഡഡ് ജുഡീഷ്യലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി. ഇങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കേണ്ടത് വളരെ ജുഡീഷ്യലി ആയിരിക്കണം, ഒബ്ജക്റ്റീവ്ലി ആയിരിക്കണം. എന്താ ജുഡീഷ്യലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി? ജുഡീഷ്യലി മീൻസ് വളരെ വിവേകപൂർവമായിരിക്കണം, വളരെ ലക്ഷ്യോന്മുഖമായിരിക്കണം. ഈ രീതിയിലാണ് നമ്മളൊരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കേണ്ടത്. അങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കുന്നത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് എങ്കിൽ, ദാറ്റ് മീൻസ് ദ സെലക്ഷൻ ഓഫ് എ റൈറ്റ് ലൊക്കേഷൻ ലീഡ് ടു ദ സക്സസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു നല്ല ലൊക്കേഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ആ പ്രോജക്റ്റിൻ്റെ വിജയത്തിന് കാരണമാകും. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ സെലക്ഷൻ ഓഫ് എ റോങ് ലൊക്കേഷൻ, ഒരു റോങ് ആയിട്ടുള്ള ലൊക്കേഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സോ ഇറ്റ് ലീഡ് ടു ദ ഫെയിലിയർ ഓഫ് ആൻ എൻ്റർപ്രൈസ്, അത് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പരാജയത്തിനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ ജുഡീഷ്യലിയാണ്, ഒബ്ജക്റ്റീവ്ലിയാണ്. ഓക്കെ. എ റോങ് സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ ലീഡ് ടു ഡിഫിക്കൽട്ടീസ് ഇൻ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, പവർ, അവൈലബിലിറ്റി ഓഫ് ക്വാളിഫൈഡ് പേഴ്സണൽ, ദെൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആൻഡ് ഓൾ അതർ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി. ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റികളുടെയും പ്രയാസങ്ങളുണ്ടാവും, അതല്ലെങ്കിൽ അവൈലബിലിറ്റി ഉണ്ടാവില്ല. ഇവിടെ പറയുന്നത് നോക്കുക. സോ എ റോങ് സെലക്ഷൻ ഓഫ് എ ലൊക്കേഷൻ, ഒരു റോങ് ആയിട്ടുള്ള ലൊക്കേഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സോ ഇറ്റ് ലീഡ് ടു ഡിഫിക്കൽട്ടീസ് ഇൻ റോ മെറ്റീരിയൽ. അവിടെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല, പവർ കണക്ഷന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അവൈലബിലിറ്റി ഓഫ് ക്വാളിഫൈഡ് പേഴ്സൺസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിക്ക് പ്രയാസമുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിക്ക് പ്രയാസമുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും റോങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ. അതുകൊണ്ട് തന്നെ വളരെ ജുഡീഷ്യലി ആയിരിക്കണം, വളരെ ഒബ്ജക്റ്റീവ്ലി ആയിരിക്കണം നമ്മളൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ്, proper decision regarding to the selection of the location helps a firm to operate smoothly with minimum cost and maximum efficiency. ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോപ്പർ ഡിസിഷൻ ആണ് എങ്കിൽ, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ തിരഞ്ഞെടുത്തതെങ്കിൽ സോ ഇറ്റ് ഹെൽപ്സ് ദ ഫേം ടു ഓപ്പറേറ്റ് സ്മൂത്ത്ലി വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് മാക്സിമം എഫിഷ്യൻസി. നല്ല രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ തിരഞ്ഞെടുത്തതെങ്കിൽ അത് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ സ്മൂത്തായിട്ടുള്ള ഓപ്പറേഷന് സഹായിക്കും. അതിലൂടെ മിനിമം കോസ്റ്റിൽ മാക്സിമം എഫിഷ്യൻസിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ബിസിനസ് സ്ഥാപനത്തിന് കഴിയും. എന്നാൽ അതേസമയം റോങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ അത് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പരാജയത്തിനും കാരണമാകും. The main object of an industry is to maximize profit through the minimum cost of production. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമൈസ് പ്രോഫിറ്റ് ത്രൂ മിനിമം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ത്രൂ ദ
മിനിമം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഏറ്റവും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഏറ്റവും കുറച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം. ഇറ്റ് ഈസ് പോസിബിൾ വെൻ ദ ഫേം ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ റൈറ്റ് പ്ലേസ്. അത് സാധ്യമാവുന്നത് എപ്പോഴാണ്? ഒരു ബിസിനസ് സ്ഥാപനം റൈറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതെങ്കിൽ. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നോർമലി നോക്കുക, ബിസിനസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? താഴെ പറയുന്നുണ്ട്, ബിസിനസ് ലൊക്കേഷൻ മീൻസ് ഡിസൈഡിങ് എ സ്യൂട്ടബിൾ ലൊക്കേഷൻ, ഏരിയ ഓർ പ്ലേസ് വെയർ ദ എൻ്റർപ്രൈസ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. സിമ്പിളായിട്ട് ബിസിനസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡിങ് എ സ്യൂട്ടബിൾ ലൊക്കേഷൻ, സ്യൂട്ടബിൾ ഏരിയ ഓർ സ്യൂട്ടബിൾ പ്ലേസ് വെയർ ദ എൻ്റർപ്രൈസ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ഒരു ബിസിനസ് സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഏരിയ ഓർ എ പ്ലേസ്, അതിനെയാണ് നമ്മൾ ബിസിനസ് ലൊക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ സെലക്ടിങ് ലൊക്കേഷൻ. ഒരു ആപ്റ്റായിട്ടുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സോ മെയിൻലി ദർ ആർ 4 സ്റ്റെപ്സ് ആർ ദർ. 4 സ്റ്റെപ്പുകളാണുള്ളത്. സെലക്ഷൻ ഓഫ് ദ റീജിയൻ, സെലക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി, സെലക്ഷൻ ഓഫ് ദ എക്സാക്റ്റ് സൈറ്റ് ആൻഡ് ഒപ്റ്റിമം സെലക്ഷൻ ഓഫ് സൈറ്റ്. ഇങ്ങനെ 4 പോയിൻറ്റ്സ് ആണ്, 4 സ്റ്റെപ്സ് ആണ് ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സെലക്ഷൻ ഓഫ് ദ റീജിയൻ, സെലക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി, സെലക്ഷൻ ഓഫ് ദ എക്സാക്റ്റ് സൈറ്റ് ആൻഡ് ഒപ്റ്റിമം സെലക്ഷൻ ഓഫ് സൈറ്റ്. സോ ദിസ് ആർ ദ 4 സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ സെലക്ടിങ് ലൊക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് ഓരോ സ്റ്റെപ്സും നമുക്ക് കൃത്യമായിട്ട്, ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവേണ്ടതുണ്ട്. നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, സെലക്ഷൻ ഓഫ് ദ റീജിയൻ. The following points should be considered at the time of selecting a region. ഒരു പ്രോജക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം റീജിയൻ സെലക്ട് ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെയാണ്? സോ ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. എന്തൊക്കെയാണ് ആ പോയിൻറ്റ്സ് എന്നുള്ളതാണ്. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി നോക്കി വേണം നമ്മൾ ഒരു റീജിയൻ സെലക്ട് ചെയ്യാൻ. പ്രോക്സിമിറ്റി ഓഫ് മാർക്കറ്റ്, ദാറ്റ് മീൻസ് നിയർനെസ് ഓഫ് മാർക്കറ്റ് ആണ്. ഏറ്റവും അടുത്ത് മാർക്കറ്റ് ഉണ്ടോ? നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മാർക്കറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ? ദെൻ സപ്ലൈ ഓഫ് പവർ കണക്ഷൻ ലഭ്യമാകുമോ? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടോ? ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണോ? ദെൻ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ദെൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സോ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കൺസിഡേർഡ് അറ്റ് ദ ടൈം ഓഫ് സെലക്ടിങ് എ റീജിയൻ. ഒരു റീജിയൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പോയിൻറ്റ്സ് ഇതൊക്കെയാണ്, കൺസിഡർ ചെയ്യേണ്ട പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. ഓക്കെ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, പ്രോക്സിമിറ്റി ഓഫ് മാർക്കറ്റ്, സപ്ലൈ ഓഫ് പവർ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ദെൻ ഫേവറബിൾ ക്ലൈമറ്റ് ആണോ നോക്കണം, ഗവൺമെൻറ് ആറ്റിറ്റ്യൂഡ്, ദെൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് ലൊക്കാലിറ്റി. ദെൻ സെലക്ഷൻ ഓഫ് ദ പ്രോപ്പർ ലൊക്കാലിറ്റി ഇൻഫ്ലുവൻസ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഒരു ലൊക്കാലിറ്റി ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ താഴെ പറയുന്നതാണ്. നോക്കുക ഏതൊക്കെയാണ്. അവൈലബിലിറ്റി ഓഫ് ക്വാളിഫൈഡ് പേഴ്സണൽ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മെഡിക്കൽ ഫെസിലിറ്റി ഫോർ വർക്കേഴ്സ്, ദെൻ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ലോക്കൽ ടാക്സസ് ആൻഡ് കൺസെഷൻ. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു ലൊക്കാലിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. നോക്കുക, അവൈലബിലിറ്റി ഓഫ് ക്വാളിഫൈഡ് പേഴ്സൺ. നമ്മളൊരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം, അല്ലേ? അപ്പോൾ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ലഭ്യമാണോ നോക്കണം. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഫെസിലിറ്റി മറ്റു കാര്യങ്ങളും അവൈലബിൾ ആണോ നോക്കണം. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ടോ നോക്കണം. മെഡിക്കൽ ഫെസിലിറ്റി ഫോർ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടോ നോക്കണം. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ദെൻ ലോക്കൽ ടാക്സസ് ആൻഡ് കൺസെഷൻ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സെലക്ഷൻ ഓഫ് ലൊക്കാലിറ്റിക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ തേർഡ് സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് എക്സാക്റ്റ് സൈറ്റ്. ഏറ്റവും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലൊക്കേഷനകത്ത് വരുന്ന ഒരു കാര്യമാണ് സൈറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ലൊക്കേഷൻ എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് ഫെയർലി ബ്രോഡ് ഏരിയ വെർ ദ എൻ്റർപ്രൈസ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ഒരു ബിസിനസ് സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന
ഫെയർലി ബ്രോഡ് ഏരിയയാണ്, വിശാലമായ ഒരു ഏരിയയാണ് ലൊക്കേഷൻ എന്ന് പറയുക. എന്നാൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇറ്റ് ഇസ് ദ എക്സാക്റ്റ് പ്ലേസ്, ആ സ്ഥാപനം നിലനിൽക്കുന്ന നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന യഥാർത്ഥ സ്ഥലത്തെയാണ് നമ്മൾ സൈറ്റ് എന്ന് പറയുന്നത്. എക്സാക്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സാക്റ്റ് സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുന്നത്. സോ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് അറ്റ് ദ ടൈം ഓഫ് സെലക്ടിങ് ദ എക്സാക്റ്റ് സൈറ്റ്. ഒരു എക്സാക്റ്റ് സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? അപ്പോൾ എന്താണ് സൈറ്റ് എന്ന് നമുക്കറിയണം. ഇതിന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൈറ്റ് മീൻസ് ദ എക്സാക്റ്റ് പ്ലേസ് ആൻഡ് എൻ്റർപ്രൈസ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ഒരു ബിസിനസ് സ്ഥാപനം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എക്സാക്റ്റ് പ്ലേസ്, യഥാർത്ഥ സ്ഥലത്തെയാണ്. എന്നാൽ ഒരു ലൊക്കേഷൻ നമ്മൾ പറയുമ്പം അതൊരു സിറ്റി ആവാം, അത് വിശാലമായ അർത്ഥത്തിലാണ് പറയുക. ഓക്കെ, ഒരു സിറ്റി ആവാം, ഒരു ഇൻഡസ്ട്രിയൽ സോൺ ആവാം, അതല്ലെങ്കിൽ ഒരു കോസ്റ്റൽ ഏരിയ ആവാം. അത് വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ലൊക്കേഷനെ പറയുക. എന്നാൽ ആ ലൊക്കേഷനകത്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന യഥാർത്ഥ പ്ലേസിനെയാണ് നമ്മൾ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സോ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ്. എന്തൊക്കെ ഘടകങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഒന്നാമത്തെ, ദ സ്റ്റെബിലിറ്റി ആൻഡ് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഗ്രൗണ്ട്. നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഗ്രൗണ്ടിന് ബിൽഡിങ്ങിൻ്റെ ലോഡ് താങ്ങുവാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നമ്മളിപ്പോൾ വലിയ 2 or 3 നിലയുള്ള ഒരു കെട്ടിടമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കെട്ടിടത്തെ താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി നമ്മൾ തുടങ്ങുന്ന സൈറ്റിനുണ്ടോ, ലാൻഡിനുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ദെൻ ലെവൽ ഓഫ് ഗ്രൗണ്ട് ലെവലാണോ നോക്കണം. ഓക്കെ, ദെൻ അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ബിസിനസ് സ്ഥാപനം ഭാവിയിൽ എക്സ്പാൻഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള ലാൻഡ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. ദെൻ ഫെസിലിറ്റി ഫോർ സപ്ലൈ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ടെലഗ്രാഫ് ഫെസിലിറ്റി എക്സെട്ര. ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളായിട്ടുള്ള ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ടെലഗ്രാഫ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാണോ നോക്കണം. ദെൻ ഫെസിലിറ്റി ഫോർ ഡംപിങ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനും അത് ഒഴിവാക്കുന്നതിനുമൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ടോ നോക്കണം. ദെൻ ലോക്കൽ ടാക്സസ് ആൻഡ് റേറ്റ്സ്, ലോക്കൽ റേറ്റ്സും ടാക്സും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കണം. ദെൻ റിപ്പയറിംഗ് ഫെസിലിറ്റി ഉണ്ടോ നോക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു എക്സാക്റ്റ് സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ 4th പോയിൻ്റ്, ഒപ്റ്റിമം സെലക്ഷൻ ഓഫ് സൈറ്റ്. ലാസ്റ്റ് പോയിൻ്റ് പറയുന്നത് ഒരു ഒപ്റ്റിമം സൈറ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒപ്റ്റിമം സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിമം സൈറ്റ് ഈസ് സെലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എ കമ്പാരറ്റീവ് എക്കണോമിക് സർവേ ഓഫ് ദ ഓൾട്ടർനേറ്റീവ് സൈറ്റ്സ് അവൈലബിൾ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റു സൈറ്റുകളുമായിട്ട് ഒരു കമ്പാരിറ്റീവ് എക്കണോമിക് സർവേ നടത്തിയതിന് ശേഷം വേണം ഒരു ഒപ്റ്റിമം സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഒപ്റ്റിമം സൈറ്റ് ഈസ് സെലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എ കമ്പാരറ്റീവ് എക്കണോമിക് സർവേ ഓഫ് ദ ഓൾട്ടർനേറ്റീവ് സൈറ്റ്സ് അവൈലബിൾ. നമുക്ക് ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഓൾട്ടർനേറ്റീവ് സൈറ്റുകളുമായിട്ട് ഒരു കമ്പാരറ്റീവ് എക്കണോമിക് സർവേ നടത്തിയതിന് ശേഷം വേണം ഒരു ഒപ്റ്റിമം സൈറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ. ഒപ്റ്റിമം സൈറ്റ് ഈസ് എ സൈറ്റ് വിച്ച് പ്രൊവൈഡ് മാക്സിമം ഫെസിലിറ്റി അറ്റ് മിനിമം കോസ്റ്റ്. ഒരു ഒപ്റ്റിമം സൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് മിനിമം കോസ്റ്റിന് മാക്സിമം ഫെസിലിറ്റി അവൈലബിൾ ആവും. അപ്പോൾ ഒരു മിനിമം കോസ്റ്റിന് മാക്സിമം ഫെസിലിറ്റി അവൈലബിൾ ആവുന്ന ഒരു സൈറ്റിനെയാണ് നമ്മൾ ഒപ്റ്റിമം സൈറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ഉചിതമായിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിമം സൈറ്റ് മീൻസ് എന്താണ്? മിനിമം കോസ്റ്റിന് മാക്സിമം ഫെസിലിറ്റി അവൈലബിൾ ആവുന്ന സൈറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒപ്റ്റിമം സൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് 4 പോയിൻറ്റ്സ് നമുക്ക് സ്റ്റെപ്സ് ആയിട്ട് ഇതിനകത്ത് പറയുന്നത്. ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ലൊക്കേഷൻ ഡിസിഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൊക്കേഷനുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് ലൊക്കേഷൻ ഡിസിഷൻ. അതിൻ്റെ സ്റ്റെപ്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.